കരിയറിനെ പറ്റിയും കരിയറുമായി ബന്ധപ്പെട്ട വിവിധ കോഴ്സുകളെ പറ്റിയും തൊഴിലിടങ്ങളിലെ ആശയങ്ങളെപ്പറ്റിയും പ്രതിപാദിക്കുന്ന കരിയർ ബിൽഡറിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊരു ജോലി നേടാനായി തയ്യാറെടുക്കുമ്പോൾ മിക്കവാറും എല്ലാവരും ചിന്തിക്കുന്നത് അതിനെങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് തയ്യാറെടുക്കാം, ഒരു ഗ്രൂപ്പ് ഡിസ്കഷന് തയ്യാറെടുക്കാം, റിട്ടൺ ടെസ്റ്റ് എങ്ങനെയായിരിക്കും, ഇതിനെപ്പറ്റിയൊക്കെയുള്ള ആദികളും ചിന്തകളും തയ്യാറെടുപ്പുകളുമാണ് കൂടുതൽ. പക്ഷേ ഈ ടെസ്റ്റും GDയും ഇൻ്റർവ്യൂ ഒക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കണം. ആ ഒരു കാര്യമായിരിക്കും പലപ്പോഴും നിങ്ങളെ ആ ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതെന്താണെന്നല്ലേ? അതാണ് റെസ്യൂമേ മേക്കിംഗ്. ഈ എപ്പിസോഡിൽ എങ്ങനെ ഒരു നല്ല റെസ്യൂമേ എഴുതാം എന്നുള്ളതിനെ പറ്റിയാണ് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാധാരണ ഒരു റെസ്യൂമേ എന്നുള്ള വാക്ക് തന്നെ ചിലപ്പോൾ ജോലിക്ക് തയ്യാറെടുക്കുന്ന പലർക്കും അറിയില്ലായിരിക്കും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റാണ്. പലപ്പോഴും ഞാൻ റെസ്യൂമേ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് തിരിച്ച് പല കാൻഡിഡേറ്റ്സും അതെന്താ എന്ന് ചോദിക്കാറുണ്ട്. ഈ റെസ്യൂമേ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പലപ്പോഴും ലോക്കൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ബയോഡേറ്റ എന്ന് പറയുന്നത്. ഈ ബയോഡേറ്റയുടെ ഒരു പ്രൊഫഷണൽ ടേമാണ് റെസ്യൂമേ എന്ന് പറയുന്നത്. എന്ന് വെച്ച് ബയോഡേറ്റയും റെസ്യൂമേയും ഒന്നല്ല. നമ്മുടെ എഡ്യൂക്കേഷണലായിട്ടുള്ള ക്വാളിഫിക്കേഷനും നോളജും സ്കില്ലും എക്സ്പീരിയൻസും ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂവർക്കോ ഒരു എംപ്ലോയർക്കോ ഒരു റിക്രൂട്ടർക്കോ കൊടുക്കുന്ന ഒരു പ്രൊഫഷണൽ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ റെസ്യൂമേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ബയോഡേറ്റയുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, തമാശയ്ക്ക് പറയാറുണ്ട് ബയോഡേറ്റ കൂടുതലും പേഴ്സണൽ മാരേജ് മാർക്കറ്റിലൊക്കെയാണ് റെലവൻറ്റ്. കാരണം അതിൽ കൂടുതലും വ്യക്തിഗത ഡീറ്റെയിൽസാണ് ഉൾക്കൊള്ളിക്കുന്നത്. പക്ഷേ നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കഴിയുന്നതും ബയോഡേറ്റ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതിന് പകരം ഉപയോഗിക്കേണ്ട വാക്കാണ് റെസ്യൂമേ. നമുക്ക് ഈ ഒരു ടേമിനെ തന്നെ, ഈ ഒരു ഡോക്യുമെൻറ്റിനെ തന്നെ പല പേരുകൾ അറിയപ്പെടാറുണ്ട്. ഞാനീ പറഞ്ഞതുപോലെ റെസ്യൂമേ എന്നറിയപ്പെടാറുണ്ട്, ബയോഡേറ്റ എന്നറിയപ്പെടാറുണ്ട്, പ്രൊഫൈൽ എന്നറിയപ്പെടാറുണ്ട്, കരിക്കുലം വീറ്റെ എന്നറിയപ്പെടാറുണ്ട്. പക്ഷേ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഏതാണ് ഏറ്റവും റൈറ്റ് ടേം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഡോക്യുമെൻ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും റൈറ്റ് ടേമാണ് റെസ്യൂമേ എന്നുള്ള വാക്ക്. റെസ്യൂമേയുടെ അർത്ഥം തന്നെ സമ്മറി എന്നാണ്. അതായത് നമ്മൾ ഇത്രയും കാലം പഠിച്ച വിഷയങ്ങളിലുള്ള നമ്മുടെ ക്വാളിഫിക്കേഷനും നമ്മളുടെ അറിവും നമ്മുടെ സ്കില്ലും നമ്മുടെ എക്സ്പീരിയൻസും അച്ചീവ്മെൻറ്റ്സും ഒക്കെ വളരെ ക്രിസ്പായിട്ടുള്ളൊരു ഡോക്യുമെൻറ്റിൽ ഹൈലൈറ്റ് ചെയ്ത് നമ്മളൊരു ജോലിക്ക് അപേക്ഷിക്കുന്നതിനെയാണ് റെസ്യൂമേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു റെസ്യൂമേ എങ്ങനെയായിരിക്കണം? അതിൽ ഒരു റെസ്യൂമേ ഉണ്ടാക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, റെസ്യൂമേ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ഡോക്യുമെൻ്റ് ആയിരിക്കണം. അല്ലാതെ ഒരു കൈകൊണ്ട് എഴുതിയ ഒരു പേഴ്സണൽ ഡോക്യുമെൻ്റ് ആയിരിക്കരുത്. പ്രൊഫഷണൽ ഡോക്യുമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡീറ്റെയിൽസ് വളരെ നന്നായി പ്രിൻ്റ് ചെയ്ത് മാർജിനോട് കൂടിയൊരു പേപ്പറിൽ അത് പ്രിൻ്റ് എടുത്ത് സബ്മിറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു സോഫ്റ്റ് കോപ്പി നല്ലപോലെ ടൈപ്പ് ചെയ്ത് അലൈൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം അതാണ്. പറയാറുണ്ട് റെസ്യൂമേ ഈസ് നോട്ട് ഫോർ യു ബട്ട് ഫോർ ദ റീഡർ. അതായത് ഇത് വായിക്കുന്നത് നിങ്ങളെ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, സ്ക്രീൻ ചെയ്യാനിരിക്കുന്ന HR-ലുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവർക്കാണിത് മനസ്സിലാകേണ്ടത്. സോ റെസ്യൂമേ ഈസ് നോട്ട് ഫോർ യു, റെസ്യൂമേ ഈസ് ഫോർ ദ റീഡർ എന്ന് പറയാറുണ്ട്. ഇതിൽ സാധാരണ ചോദിക്കാറുണ്ട്, സാർ ഈ റെസ്യൂമേക്ക് എത്ര പേജ് ആകാമെന്നുള്ളത്. ചിലർ 7-8 പേജൊക്കെ എഴുതി റെസ്യൂമേ സബ്മിറ്റ് ചെയ്യാറുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഒരു കാലത്തെ നമ്മളൊരു ജോബ് പോസ്റ്റിംഗ് ചെയ്താൽ തന്നെ 100 കണക്കിന് റെസ്യൂമേകളാണ് വരാറുള്ളത്. അപ്പോൾ അത്രയും റെസ്യൂമേ ഇരുന്ന് സ്ക്രീൻ ചെയ്യാനായിട്ട് പലപ്പോഴും ആൾക്കാർക്ക് സമയം ഉണ്ടാവില്ല. ഈ വലിയ വലിയ പേജുകളുള്ള ഡോക്യുമെൻ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നോക്കുക പോലുമില്ല. അപ്പോൾ ഒരു റെസ്യൂമേ എത്ര പേജ് ആയിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം 2 പേജിലായിരിക്കണം നിങ്ങളൊരു റെസ്യൂമേ തയ്യാറാക്കേണ്ടത്. നിങ്ങൾക്കത് 1 പേജിൽ നിർത്താൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഞാൻ പറഞ്ഞു റെസ്യൂമേ ഈസ് നോട്ട് ഫോർ യു ബട്ട് ഫോർ ദ റീഡർ എന്ന് പറഞ്ഞു. റെസ്യൂമേ വളരെ സിമ്പിളായിരിക്കണം, വളരെ ക്രിസ്പായിരിക്കണം, ഇത് ക്ലാരിറ്റിയുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിന് ആ ഒരു ഇൻ്റർവ്യൂവർ ഉപയോഗിക്കുന്ന റെഫറൻസ് ഡോക്യുമെൻ്റാണ് ഈ ഒരു റെസ്യൂമേ എന്ന് പറയുന്നത്. ഒരു ഇൻ്റർവ്യൂവിൽ മിക്കവാറുമുള്ള 90% ചോദ്യങ്ങളും നിങ്ങൾ എന്താണോ ആ റെസ്യൂമേയിൽ എഴുതിയിരിക്കുന്നത് അതനുസരിച്ചുള്ള ചോദ്യങ്ങളായിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ക്ലിയറായിട്ട് റെസ്യൂമേയിൽ എഴുതണം. 2, ആ റെസ്യൂമേയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്കൊരു ധാരണയും ഉണ്ടായിരിക്കണം. കാരണം മിക്കവാറുമുള്ള ചോദ്യങ്ങളെല്ലാം ആ റെസ്യൂമേയുടെ ബേസിലായിരിക്കും ഇൻ്റർവ്യൂവർ ചോദിക്കാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ മാനുവലായിട്ട് നിങ്ങൾ അയക്കുന്ന റെസ്യൂമുകൾ സ്ക്രീൻ ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് പല കമ്പനികളും സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചാണ് നമ്മുടെ റെസ്യൂമുകൾ സ്ക്രീൻ ചെയ്യുന്നത്. അതിനെ പറയുന്ന പേരാണ് ATS എന്ന് പറയുന്നത്. അതായത് ഈ ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറയും. ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം ഒക്കെ ഒരു AI എനേബിൾഡ് സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. ഇത് നമ്മൾ അയക്കുന്ന ഈ റെസ്യൂമുകളെ അത് തന്നെ സ്ക്രീൻ ചെയ്യുന്നു, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. ഈ ജോബ് പോസ്റ്റിങ്ങിനനുസരിച്ചിട്ടുള്ള കീ വേർഡ്സൊക്കെ ആ റെസ്യൂമേയിൽ ഉണ്ടോ എന്നുള്ളത് നോക്കിയതിന് ശേഷമാണ് അത്തരത്തിലുള്ള സ്ക്രീനിങ് നടക്കുന്നത്. അതുകൊണ്ട് ATSനനുസരിച്ചിട്ടുള്ള കീ വേർഡ്സും നമ്മൾ റെസ്യൂമേയിൽ ഉപയോഗിക്കണം.
അപ്പോൾ ഒരു റെസ്യൂമെയിൽ എന്തൊക്കെ വേണം എന്നുള്ളതാണ്. ഇതിൽ പൊതുവേ ഒരു ചൊല്ലുണ്ട്, ദർ ഈസ് നോ യൂണിവേഴ്സൽ ഫോർമാറ്റ് ഫോർ ആൻ റെസ്യൂമെ. ഒരു റെസ്യൂമെ ഉണ്ടാക്കുന്നതിന് യൂണിവേഴ്സലായിട്ടൊരു ഫോർമാറ്റ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. അത് ശരിയുമാണ്. പ്രത്യേകിച്ച് ഒരിടത്തും ഇന്ന രീതിയിൽ റെസ്യൂമെ എഴുതാവൂ എന്ന് പറഞ്ഞിട്ടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റെസ്യൂമെ ഉണ്ടാക്കുമ്പോൾ അതിലൊരു വ്യക്തത വേണം, അതിലൊരു ട്രൂ ഇൻഫർമേഷൻ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. സാധാരണ ഒരു റെസ്യൂമെയിൽ നമ്മൾ കൊടുക്കുന്ന വിവിധ ഹെഡിങ്ങുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. റെസ്യൂമെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ദ മോസ്റ്റ് വാല്യുബിൾ പീസ് ഓഫ് പേപ്പർ ഓഫ് യുവർ കരിയർ എന്ന് പറയും. അതായത് നിങ്ങളുടെ ഒരു കരിയർ ജീവിതത്തിലെ ഏറ്റവും മൂല്യമുള്ള ഒരു പീസ് ഓഫ് പേപ്പറാണ് റെസ്യൂമെ എന്ന് പറയുന്നത്. ഒരു ഫ്രഷർക്ക് മാത്രമല്ല റെസ്യൂമെ തയ്യാറാക്കേണ്ടത്. നമ്മളൊരു ജോലിയിലിരുന്ന് കുറേ എക്സ്പീരിയൻസ് കിട്ടി നമ്മൾ മറ്റൊരു ജോലിയിലേക്ക് നോക്കുമ്പോഴൊക്കെ നമ്മൾ അവിടെ കൊടുക്കേണ്ട ഡോക്യുമെൻ്റ് ഈ റെസ്യൂമെ തന്നെയാണ്. അപ്പോൾ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ഡോക്യുമെൻ്റാണ് റെസ്യൂമെ. പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാർ ഒരു 10-30 ആപ്ലിക്കേഷൻ കൊടുക്കാനുണ്ട്, അപ്പോൾ ആപ്ലിക്കേഷനൊക്കെ ഞാൻ റെസ്യൂമെ തയ്യാറാക്കി കൊടുക്കട്ടെ എന്ന് ചോദിക്കും. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഒരു റെസ്യൂമെ എടുത്തിട്ട് അതിനെ 30 പ്രിൻ്റ് എടുത്ത് 30 സ്ഥലത്ത് അപ്ലൈ ചെയ്യുന്നതിലല്ല കാര്യം. ഈ 30 ജോലി ആപ്ലിക്കേഷനും 30 തരത്തിലുള്ളതായിരിക്കും. അപ്പോൾ ആ ജോബ് പോസ്റ്റിങ്ങിന് അനുയോജ്യമായിട്ടൊരു രീതിയിൽ നമ്മുടെ റെസ്യൂമെ അങ്ങോട്ടും ഇങ്ങോട്ടും എഡിറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ റെസ്യൂമെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ഡോക്യുമെൻ്റാണ്. ഇതൊരു മോസ്റ്റ് വാല്യുബിൾ ഡോക്യുമെൻ്റാണ്. പല കാൻഡിഡേറ്റ്സ് എസ്പെഷ്യലി ഫ്രഷേഴ്സൊന്നും പലരും ഇതിന് ഒരു പ്രാധാന്യം കൊടുക്കാറില്ല എന്ന് കാണുന്നുണ്ട്. അതങ്ങനെയല്ല വേണ്ടത്. നമ്മളൊരു ഇൻ്റർവ്യൂവിന് തയ്യാറെടുക്കുന്നത് പോലെയും ഗ്രൂപ്പ് ഡിസ്കഷന് തയ്യാറെടുക്കുന്നത് പോലെയും ഒരുപക്ഷെ അതിനേക്കാളും അപ്പുറം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു പ്രോസസ്സാണ് റെസ്യൂമെ മേക്കിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഇനി അടുത്ത കാലത്ത് ഒരു കോളേജിലൊരു ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിന് പോയപ്പോഴത്തേക്ക് ആ ഇൻ്റർവ്യൂവിന് തൊട്ട് മുമ്പ് ഒരു 10-20 പിള്ളേർ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് പോകുന്നുണ്ട്. പിന്നെ അത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, തൊട്ടടുത്തുള്ള DTP സെൻറ്ററിൽ പോയി ഇവർ ആ റെസ്യൂമെ എന്ന് പറയുന്ന ഈ ഒരു ഡോക്യുമെൻറ്റ് പ്രിൻ്റ് എടുത്തുകൊണ്ട് തിരിച്ചു വരാനുള്ള ഓട്ടത്തിലാണ്. എന്നിട്ട് ഞാൻ ആ റെസ്യൂമെ നോക്കിയപ്പോൾ മനസ്സിലായത് ഈ കാൻഡിഡേറ്റ്സിൻ്റെ ഈ റെസ്യൂമെകളിൽ 20 എണ്ണത്തിൽ മിക്കതും ഒരുപോലെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഒരുപോലെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനായിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ഡോക്യുമെൻ്റ് ആണെന്നുള്ളത് ഇൻ്റർവ്യൂവർക്ക് മനസ്സിലാക്കുകയും അതിൽ വ്യക്തിപരമായിട്ടൊരു ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ടൊന്നുമില്ല. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് പല കാൻഡിഡേറ്റ്സിനും അതിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് വ്യക്തതയോടുകൂടി വളരെ സമയം ചെലവഴിച്ച് ഓരോ ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴും ആ റെസ്യൂമെ അതിനനുസരിച്ച് എഡിറ്റ് ചെയ്ത് വേണം നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ഒരു റെസ്യൂമെയിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് റെസ്യൂമെയിൽ നമ്മുടെ ഫുൾ നെയിം വിത്ത് ഇനിഷ്യൽസ് ഹൈലൈറ്റ് ചെയ്യണം. അത് സാധാരണ ഫോണ്ടിൽ നിന്നും കുറച്ച് വലിയൊരു ഫോണ്ടിലേക്ക് ഹൈലൈറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അത് പെട്ടെന്ന് എടുത്ത് കാണിക്കും. അപ്പോൾ പേരിനോടൊപ്പം അത്രയും വലിയ ഫോണ്ടിലല്ലെങ്കിൽ പോലും നമ്മുടെ ഈ ഫോൺ നമ്പർ, അതായത് മൊബൈൽ നമ്പറും ഇമെയിൽ ID-യും കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്കൊരു കറസ്പോണ്ടൻസ് അഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ കറസ്പോണ്ടൻസ് അഡ്രസ്സും അതിനോടൊപ്പം കൊടുക്കേണ്ടതാണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഈ അഡ്രസ്സിനോടൊപ്പം ഫോട്ടോ കൂടെ വെക്കണമെന്നുള്ളത്. നമുക്കൊരു പാസ്പോർട്ട് സൈസ് ഒരു ഫോട്ടോ, ഹൈ ക്വാളിറ്റി എൻ്റർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു ഫോട്ടോ വെക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. പക്ഷേ ഫോട്ടോഗ്രാഫ് ഒരു മാൻഡേറ്ററി അല്ല. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ വെക്കണം താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു മാൻഡേറ്ററി അല്ല. കാരണം നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാപനം നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് പിന്നെ കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും വെക്കേണ്ടത് നിങ്ങളുടെ പേര് ഹൈലൈറ്റ് ചെയ്യുക, അതിനോടൊപ്പം നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഹൈലൈറ്റ് ചെയ്യുക. അതാണ് ഒരു റെസ്യൂമെയിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മളുടെ നെയിമും കോൺടാക്ട് ഡീറ്റെയിൽസും നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് റെസ്യൂമെയിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു ഹെഡിങ്ങാണ് കരിയർ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ വർക്ക് സമ്മറി. ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ കാണിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു ഫ്രഷറെ സംബന്ധിച്ചിടത്തോളം ഒരു കരിയർ ഒബ്ജക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ആ ഒരു ജോലിക്ക് നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കഴിവും നിങ്ങളുടെ അറിവും ഉപയോഗിച്ച് ഒരു വിൻ വിൻ മോഡലിൽ നിങ്ങൾ ആ ഓർഗനൈസേഷൻ എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സെൻറ്റൻസ് ആയിരിക്കണം കരിയർ ഒബ്ജക്റ്റീവ്. ആ കരിയർ ഒബ്ജക്റ്റീവിൽ സ്പെല്ലിംഗ് എറർ ഉണ്ടാവരുത്. അത് ഒരു സെൻറ്റൻസിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു സെൻറ്റൻസ് ആയിരിക്കണം. ചിലപ്പോൾ അതിനകത്ത് ചില പെർഫോമിംഗ് വേർഡ്സ്, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ATSനൊക്കെ സ്ക്രീൻ ചെയ്യാൻ എളുപ്പത്തിന് ചില പെർഫോമൻസ് വേർഡ്സ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ കരിയർ ഒബ്ജക്റ്റീവിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ചില വാക്കുകളാണ് ടു കോൺട്രിബ്യൂട്ട് എന്നുള്ളൊരു വാക്ക്, ടു ആഡ്, ടു ഡെലിവർ, ലോങ് ടേം, വിൻ വിൻ, കോൺട്രിബ്യൂഷൻ, നോളജ്, സ്കിൽ. ഇത്തരത്തിലുള്ള ചില വാക്കുകളൊക്കെ ഉപയോഗിച്ച് വേണം നമ്മളുടെ ഒരു കരിയർ ഒബ്ജക്റ്റീവ് തയ്യാറാക്കേണ്ടത്. അത് നമ്മളുടെ പഠിച്ച വിഷയവും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലിയും ആ ജോലിയിൽ ലോങ് ടേം ആയിട്ടൊരു കാലയളവ് നമ്മൾ മുന്നിൽ കണ്ടിട്ടുണ്ടാക്കുന്ന ഒരു സെൻറ്റൻസ് ആയിരിക്കണം കരിയർ ഒബ്ജക്റ്റീവ്. ഇനി നിങ്ങൾ കരിയർ ഒബ്ജക്റ്റീവ് അല്ല അവിടെ എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വർക്ക് സമ്മറി വേണമെങ്കിലും എഴുതാം. ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് വേണമെങ്കിൽ കരിയർ ഒബ്ജക്റ്റീവിന് പകരം വർക്ക് സമ്മറി എന്നുള്ളൊരു ഹെഡിങ് കൊടുത്തിട്ട് അവിടെ എഴുതാം. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എക്സിക്യൂട്ടീവ് with 7 years of experience in office operations
skilled at travel management, front office management, customer care management and office record documentation എന്നൊരു സെൻറ്റൻസ് എഴുതുകയാണെന്ന് വെച്ചോളൂ. അപ്പോൾ അതിൽ വർക്ക് സമ്മറിയിൽ നമ്മൾ പല കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് എന്നൊരു വാക്ക് ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ ചെയ്ത ജോബ് റോള്, അതുപോലെ 7 years ഓഫ് എക്സ്പീരിയൻസ്, ഇത്ര വർഷം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി പ്രൈമറി ആയിട്ട് ഞാൻ എന്താണ് ജോലി ചെയ്തത്, മാനേജിങ് ഓഫീസ് ഓപ്പറേഷൻസ്, അതുവഴി എന്തൊക്കെ എക്സ്പീരിയൻസുകളാണ്, സ്കിൽസാണ് ഞാൻ നേടിയത്, അത് ഫങ്ഷണലായിട്ട് എന്തൊക്കെ ട്രേറ്റ്സ് ഞാൻ മനസ്സിലാക്കി. അതാണ് ട്രാവൽ ഡെസ്ക് മാനേജ്മെൻറ്റ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റ്, കസ്റ്റമർ കെയർ മാനേജ്മെൻറ്റ്, റെക്കോർഡ് ഡോക്യുമെൻറ്റേഷൻ. അപ്പോൾ നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം ഒറ്റ സെൻറ്റൻസിൽ വർക്ക് സമ്മറി ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ ഒന്നുകിൽ കരിയർ ഒബ്ജക്റ്റീവ് കൊടുക്കുക, ഇല്ലെങ്കിൽ വർക്ക് സമ്മറി കൊടുക്കുക. വർക്ക് സമ്മറി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ അടുത്തത് എക്സ്പീരിയൻസ് ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു എക്സ്പീരിയൻസ് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആദ്യം വരുന്ന രീതിയിൽ വേണം ഹൈലൈറ്റ് ചെയ്യാൻ. ഇതിന് നിങ്ങളുടേതായിട്ടുള്ള ഫോർമാറ്റ് ഉപയോഗിക്കാം, എന്നാലും ചില കണ്ടൻസ് അതിലുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണ് ജോലി ചെയ്തത് അത് പറയണം. അതുപോലെ നിങ്ങളുടെ ജോബ് ടൈറ്റിൽ എന്തായിരുന്നു, ഡെസിഗ്നേഷൻ അത് പറയണം. നിങ്ങളുടെ പീരീഡ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് അത് പറയണം. ഫോർ എക്സാമ്പിൾ 1 April 2014 മുതൽ 31 March 2023 വരെ, അതാണ് കാലയളവ് ജോലി ചെയ്ത്. ഏറ്റവും അവസാനം ഡ്യൂറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ 9 വർഷം എന്നുള്ളതും ഹൈലൈറ്റ് ചെയ്യാം. വേണമെങ്കിൽ പ്രൈമറി റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ കസ്റ്റമർ കെയർ മാനേജ്മെൻറ്റ് എന്നുള്ള എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണെന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യാം. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഹൈലൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സ്ഥാപനത്തിൻ്റെ പേര്, ജോബ് ടൈറ്റിൽ, നിങ്ങൾ എന്ന് മുതൽ എന്ന് വരെ വർക്ക് ചെയ്തു, അതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ, പ്രൈമറി റെസ്പോൺസിബിലിറ്റീസ്, ഇത്രയെങ്കിലും ഹൈലൈറ്റ് ചെയ്യുക. അല്ലാതെ ചെയ്ത ജോലികളെല്ലാം വാരി വലിച്ച് പോയിൻറ്റ് ബുള്ളറ്റായിട്ട് ഇട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഇത് പല സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അതിൽ 2-3 സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുക. അതിൽ ഏറ്റവും അവസാനം നിങ്ങൾ ജോലി ചെയ്ത സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ഏറ്റവും മുകളിൽ വരുന്ന രീതിയിൽ വേണം ഹൈലൈറ്റ് ചെയ്യാൻ. ഇതാണ് എക്സ്പീരിയൻസ് സമ്മറി ആയിട്ട് നമ്മൾ കാണിക്കേണ്ടത്. ഇനി എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ അടുത്തത് കാണിക്കേണ്ടത് എഡ്യൂക്കേഷനാണ്. എക്സ്പീരിയൻസ് പോലെ തന്നെ ഏറ്റവും അവസാനത്തെ ക്വാളിഫിക്കേഷൻ, പ്രൈമറി ക്വാളിഫിക്കേഷൻ ആയിരിക്കണം ഏറ്റവും മുകളിൽ ആദ്യമായി കാണിക്കേണ്ടത്. ഉദാഹരണത്തിന് ഒരു MBA കഴിഞ്ഞ ആളാണെങ്കിൽ MBAയുടെ ഡീറ്റെയിൽസ് ആദ്യം കാണിക്കുക. അതിന് താഴെ ഡിഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ BSc ആണെങ്കിൽ BSc അത് കാണിക്കുക, +2 കാണിക്കുക, 10ാം ക്ലാസ് കാണിക്കുക. അപ്പോൾ 10th, 12th, ഡിഗ്രി, PG അങ്ങനെ വേണം ഹൈലൈറ്റ് ചെയ്യാൻ. PG ഏറ്റവും മുകളിൽ വരുന്ന രീതിയിൽ. അവിടെയും നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചില കാര്യങ്ങൾ എടുത്തു കാണിക്കണം. ഒന്ന്, പഠിച്ച കോഴ്സ് ഏതാണ്, അത് ഏത് കോളേജിലും യൂണിവേഴ്സിറ്റിയിലുമാണ് നമ്മൾ ചെയ്തത്, ഇത് ഏത് വർഷമാണ് നമ്മൾ പാസ് ഔട്ട് ആയത്, അതുപോലെ പെർസെൻറ്റേജ് ഓഫ് മാർക്സ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാർ ഈ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ഒക്കെ കാണിക്കണം. നിങ്ങൾ കാണിച്ചില്ലെങ്കിൽ അതൊരു ഓപ്ഷൻ, അത് മാൻഡേറ്ററി ആണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് എന്തായാലും ആ റിക്രൂട്ടർ ചെക്ക് ചെയ്യും. കാരണം മിനിമം ഇത്ര പെർസെൻറ്റേജിന് മുകളിലുള്ളവരെ ആയിരിക്കും അവർ ഇൻ്റർവ്യൂവിന് വേണ്ടി ക്ഷണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ചിലർക്ക് അത് ഈ ഗ്രേഡ് പോയിൻ്റ് ആവറേജ്, ഒരു ഈ പറയുന്ന പോലെ GPA ഗ്രേഡ് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ ആ ഗ്രേഡിന് പെർസെൻറ്റേജ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ വെച്ചിട്ട് ആ പെർസെൻറ്റേജ് അവിടെ ഹൈലൈറ്റ് ചെയ്താലും മതി. അപ്പോൾ ഇത് വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെ തന്നെ പഠിച്ച കോഴ്സ്, പഠിച്ച സ്ഥാപനം, യൂണിവേഴ്സിറ്റി, ഏത് വർഷം പഠിച്ച് ഇറങ്ങി എന്നുള്ളതും പെർസെൻറ്റേജും ഹൈലൈറ്റ് ചെയ്യാൻ കാണിക്കുക. അതിൽ 10ാം ക്ലാസ് മുതൽ PG ഉണ്ടെങ്കിൽ PG വരെയുള്ളതും ഹൈലൈറ്റ് ചെയ്യുക. അതിൽ PG ഏറ്റവും മുകളിൽ വരുന്ന രീതിയിൽ വേണം നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ മിക്കവാറും ഡിഗ്രി കോഴ്സുകൾക്കും PG കോഴ്സുകൾക്കും പഠനത്തിനോടൊപ്പം പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞാൽ അടുത്ത ഹെഡിങ് പ്രോജക്റ്റ് ആവാം. പ്രോജക്ട്സ് എന്ന് എഴുതിയതിന് ശേഷം നിങ്ങൾ ഏത് പ്രോജക്റ്റാണ് ചെയ്തത്, ആ പ്രോജക്റ്റിൻ്റെ ടൈറ്റിലും അത് എവിടെ ചെയ്തു എന്നുള്ളതും കൃത്യമായിട്ട് ഒരു സെൻറ്റൻസിൽ രേഖപ്പെടുത്തണം. അപ്പോൾ പ്രോജക്ട്സ് എന്നുള്ളൊരു ഹെഡിങ്ങും നമുക്കവിടെ കൊടുക്കാം. പ്രോജക്ട്സ് കഴിഞ്ഞിട്ട് ഇൻറ്റേൺഷിപ്സ് എന്ന് പറഞ്ഞ് മറ്റൊരു ഹെഡിങ്ങും കൊടുക്കാം. ഇപ്പം അത് പ്രോജക്റ്റ് പോലെ തന്നെ മിക്ക കോഴ്സുകൾക്കും ഫീൽഡിൽ പോയി നിങ്ങൾ ഏത് വിഷയമാണോ പഠിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ പോയി അവിടെ ജോലി ചെയ്യുന്നത് കണ്ടുപഠിക്കുകയും അവിടെയുള്ള സീനിയേഴ്സിൻ്റെ കൂടെ നിന്ന് ട്രെയിനിങ് എടുക്കുകയൊക്കെ ചെയ്യുന്നൊരു പ്രക്രിയയുണ്ട്. അപ്പോൾ അതൊരു ആ ഒരു പർട്ടിക്കുലർ ട്രേഡിൽ സ്കില്ല് വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കൊടുക്കുന്നതാണ് ഇൻറ്റേൺഷിപ്പ്. അപ്പോൾ നിങ്ങൾ ഇൻറ്റേൺഷിപ്പുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻറ്റേൺഷിപ്പും അവിടെ ആ ഒരു നിങ്ങളുടെ റെസ്യൂമിയിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ആ ഇൻറ്റേൺഷിപ്പ് ചെയ്തതിൻ്റെ ലെറ്ററും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, പ്രോജക്റ്റ്, അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പ്. ഇനി പഠനത്തിനോടൊപ്പം പഠിച്ച കോഴ്സിനോടൊപ്പം അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷൻസ് ഇപ്പം മിക്കവാറുമുള്ള കുട്ടികളൊക്കെ എടുക്കാറുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോടും എക്സ്പീരിയൻസിനോടൊപ്പം നിങ്ങൾക്ക് വാല്യൂ ആഡ് തരുന്ന ഒരു കാര്യമാണ് ആ നിങ്ങൾ ചെയ്ത ജോലിയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷൻസ് എടുക്കുക എന്നുള്ളത്. ആ സർട്ടിഫിക്കേഷൻസ് നമുക്ക് ഇപ്പം MOOC പ്ലാറ്റ്ഫോമിൽ കൂടെയൊക്കെ എടുക്കാം, ഓൺലൈനായിട്ടൊക്കെ എടുക്കാനായിട്ട് പറ്റും. ആ സർട്ടിഫിക്കേഷൻസ് എന്താണ് എടുത്തത്, അത് എവിടെ നിന്നാണ് എടുത്തതെന്നുള്ളത് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്.
സർട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഹെഡിങ് ആണ് സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് 2 തരത്തിലുള്ള സ്കിൽസ് ഹൈലൈറ്റ് ചെയ്യണം. ഒന്ന് ഫങ്ഷണൽ സ്കിൽസും മറ്റൊന്ന് സോഫ്റ്റ് സ്കിൽസും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ബികോം പഠിച്ച ഒരാളാണെങ്കിൽ ബികോം പഠിച്ച ആളുടെ ഒരു ഫങ്ഷണൽ സ്കിൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിനുള്ള പ്രാവീണ്യം, ബഡ്ജറ്റിങ്ങിനുള്ള പ്രാവീണ്യം, ഒരു ടാലി ഉപയോഗിക്കാൻ അറിയാൻ പറ്റുമോ, ഫിൻടെക്കിൻ്റെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ഇതൊക്കെ നിങ്ങളുടെ ഒരു ഫങ്ഷണൽ ട്രേറ്റ്സ് അല്ലെങ്കിൽ സ്കിൽസ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്യാം. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ, പ്രസൻറ്റേഷൻ ഉണ്ടോ, കോർഡിനേഷൻ സ്കില്ലുണ്ടോ, ക്രിയേറ്റിവിറ്റി ഉണ്ടോ, അത്തരത്തിൽ എന്തെങ്കിലും സ്കില്ലുകളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യേണ്ടത് സോഫ്റ്റ് സ്കിൽസിൻ്റെ കീഴിലാണ്. അപ്പോൾ സ്കിൽസ് തന്നെ നമുക്ക് ഫങ്ഷണൽ സ്കിൽസായിട്ടും സോഫ്റ്റ് സ്കിൽസായിട്ടും നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഇനി സ്കിൽസ് കഴിഞ്ഞിട്ടുള്ള മറ്റൊരു ഹെഡിങ് ആണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പല സ്ഥാപനങ്ങളും നമ്മുടെ ഒരു ജോലി മാത്രമല്ല ഒരു ഓൾറൗണ്ടർ എബിലിറ്റീസിന് മുൻഗണന നൽകുന്നതുകൊണ്ടും എംപ്ലോയി എൻഗേജ്മെൻറ്റിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടും ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടും എക്സ്ട്രാ കരിക്കുലറായിട്ട് നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെന്നുള്ളതും ചെക്ക് ചെയ്യും. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നിങ്ങൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ആർട്സും സ്പോർട്സും, അതിനകത്ത് നിങ്ങളുടെ സിംഗിങ് കേപ്പബിലിറ്റി, ഡാൻസിങ് കേപ്പബിലിറ്റി, അത്ലറ്റിക് കേപ്പബിലിറ്റി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യാം. നിങ്ങളുടെ NSS NCC പോലെയുള്ള പ്രധാനപ്പെട്ട ഈ സോഷ്യൽ ക്യാമ്പയിനിങ് ആക്ടിവിറ്റീസിലുള്ള ഇൻവോൾവ്മെൻറ്റും ഒക്കെ നമുക്ക് ഇതിൽ വേണമെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കഴിഞ്ഞാൽ മറ്റൊരു ഹെഡിങ് ആണ് പൊസിഷൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. സ്വാഭാവികമായിട്ടും ഏതൊരു ജോബ് പോസ്റ്റിലും ഒരു റിക്രൂട്ടർ നോക്കുന്നത് അവർ കൊടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന ഒരാളാണോ ഈ കാൻഡിഡേറ്റ് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ റെസ്യൂമിയിൽ നമ്മൾ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിട്ടുണ്ടെങ്കിൽ അത് പൊസിഷൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ഫ്രഷർ ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ കോളേജിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടിരുന്ന ഒരാൾ, ക്ലാസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടിരുന്ന ഒരാൾ, ഒരു മാനേജ്മെൻറ്റ് ഫെസ്റ്റിൻ്റെ കോർഡിനേറ്റർ ആയിട്ടിരുന്ന ഒരാൾ, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ പൊസിഷൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് നോക്കാം. ഇനി എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ ഓൾറെഡി പൊസിഷൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവാം. നിങ്ങളൊരു ടീം ലീഡ് ആയിരുന്നായിരിക്കാം, നിങ്ങളൊരു പ്രോജക്റ്റ് മാനേജർ ആയിരുന്നായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട നിങ്ങളുടെ റുട്ടീൻ ജോലി അല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് പൊസിഷൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റിയിൽ ഹൈലൈറ്റ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു ഹെഡിങ് ആണ് അവാർഡ്സ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. ഇപ്പം നിങ്ങൾക്ക് സ്കൂളിലോ കോളേജിലോ ജോലി സ്ഥലത്തോ ഒക്കെ ഏതെങ്കിലും അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് എംപ്ലോയി അവാർഡ്, ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റ് അവാർഡ്, ഇല്ലെങ്കിൽ ഈ സ്കൂൾ തലത്തിൽ എന്ന് പറഞ്ഞാൽ ബോർഡ് തലത്തിലോ യൂണിവേഴ്സിറ്റി തലത്തിലോ ഏതെങ്കിലും റാങ്കുകൾ, ഗോൾഡ് മെഡലുകൾ, ഇല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് അപ്രീസിയേഷൻസ്, പബ്ലിക്കായിട്ടുള്ള അവാർഡുകൾ, ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവാർഡ്സ് ആൻഡ് അച്ചീവ്മെൻറ്റ്സിൽ ഹൈലൈറ്റ് ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയാം, ഞാനീ പറയുന്ന ഹെഡിങ്ങുകളുടെ കീഴിലായിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് ഡോക്യുമെൻ്റ് ഒന്നും ഇല്ല, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വെറുതെ ഹെഡിങ് കൊടുത്ത് ബ്ലാങ്ക് ആക്കി ഇടണ്ട. ആ ഹെഡിങ് തന്നെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ അവാർഡ്സ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ആണ് മറ്റൊരു ഹെഡിങ്. ഇനി അവാർഡ്സ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് കഴിഞ്ഞാൽ അടുത്തൊരു ഹെഡിങ് ആണ് ഹോബീസ് എന്ന് പറയുന്നത്. ഈ ഹോബീസ് പലപ്പോഴും വാട്ട് ആർ യുവർ ഹോബീസ് എന്ന് ഇൻ്റർവ്യൂവിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഹോബീസ് എഴുതാനായിട്ട് ശ്രമിക്കുക. 2 അവനവനുള്ള ഹോബീസ് എഴുതാവൂ. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ബൈക്ക് റൈഡിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ലീപ്പിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗെയിമിംഗ് എന്നൊക്കെ പറയുന്നത് നെഗറ്റീവായിട്ടുള്ള ഹോബീസാണ്. അപ്പോൾ കൂടുതലും പോസിറ്റീവായിട്ടുള്ള ഹോബീസ് ഹൈലൈറ്റ് ചെയ്യുക. ആ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അത് നമുക്കുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം ആ ഹോബി, നിങ്ങൾ ബുക്ക് റീഡിംഗ് എന്ന് പറയുമ്പോൾ ഏത് ബുക്കാണ് അവസാനം വായിച്ചത് എന്ന് അവർ ചോദിക്കും. സാറിന് അറിയാമല്ലോ, ഞാൻ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് വേറെ ബുക്കൊന്നും വായിക്കാൻ പറ്റിയില്ല എന്ന് ഇൻ്റർവ്യൂവറോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് കള്ളമാണെന്നും അതുമായിട്ട് യാതൊരു പൊരുത്തവും ഇല്ല എന്നുള്ളതും മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾക്കുള്ളതേ ആ ഹോബീസിൽ പറയാവൂ. അപ്പോൾ ഹോബീസ് കഴിഞ്ഞാൽ മറ്റൊരു ഹെഡിങ് ആണ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. എത്ര ഭാഷ ഹൈലൈറ്റ് ചെയ്യും? ഒരു പ്രൊഫഷണൽ വർക്ക് എൻവയോൺമെൻറ്റിൽ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എടുക്കുകയാണെങ്കിൽ മിനിമം 3 ലാംഗ്വേജെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. നാഷണൽ ലാംഗ്വേജായിട്ട് കരുതപ്പെടുന്ന ഹിന്ദി അറിഞ്ഞിരിക്കണം. പിന്നെ നിങ്ങൾ ഏത് സംസ്ഥാനത്താണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജും അറിഞ്ഞിരിക്കണം. ഈ മിനിമം 3 ഭാഷയെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൂടാതെ നമുക്ക് എത്രത്തോളം അഡീഷണൽ ലാംഗ്വേജസ് അറിയാമോ അത് നമുക്ക് അതിൽ രേഖപ്പെടുത്താം. അത് കോമൺ ആയിട്ട് ലാംഗ്വേജസ് എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ട് ഭാഷകൾ അറിയാവുന്നത് വെറുതെ ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്താം. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യാം. അതായത് എഴുതാൻ ഏതൊക്കെ ഭാഷ അറിയാം, വായിക്കാൻ ഏതൊക്കെ ഭാഷ അറിയാം, സംസാരിക്കാൻ ഏതൊക്കെ ഭാഷ അറിയാം എന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം വേണമെങ്കിൽ നമുക്ക് രേഖപ്പെടുത്താം. അതാണ് ലാംഗ്വേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലാംഗ്വേജസ് കഴിഞ്ഞാൽ മറ്റൊരു ഹെഡിങ് ആണ് റഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. മിക്ക സ്ഥാപനങ്ങളും മുഖ്യമായും 2 റഫറൻസുകൾ ചോദിക്കാം. ഒന്ന്, നിങ്ങൾ മുമ്പ് ജോലി ചെയ്ത സ്ഥാപനത്തിലെ ഒരു മാനേജറുടെ റഫറൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ റഫറൻസോ ചോദിക്കാം. നിങ്ങൾ പഠിച്ച സ്ഥാപനത്തിലെ ഏതെങ്കിലും വ്യക്തിയുടെ റഫറൻസ് ചോദിക്കാം. നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി
വ്യക്തിയുടെ റെഫറൻസ് ചോദിക്കാം. പക്ഷേ കൊടുക്കുന്ന റെഫറൻസ് 2 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. റെഫറൻസ് കൊടുക്കുമ്പോൾ ആ റെഫറൻസ് കൊടുക്കുന്നയാൾ നിങ്ങളെപ്പറ്റി പോസിറ്റീവായിട്ട് തന്നെ പറയുന്നുള്ളത് ഉറപ്പുവരുത്തണം. 2, നിങ്ങൾ റെഫറൻസ് കൊടുക്കുന്ന ആളോട് ഇങ്ങനെ റെഫറൻസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് അറിയിക്കുകയും വേണം. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതാണ് റെഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ കുറേ ഹെഡിങ്ങുകൾ പറഞ്ഞു. ഈ ഹെഡിങ്ങുകളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ റെസ്യൂമെയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷേ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഹെഡിങ്ങിൻ്റെ അടിയിൽ എഴുതാൻ കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ ആ ഹെഡിങ് അങ്ങ് ഒഴിവാക്കിയേക്കുക. ഇനി ഡിക്ലറേഷൻ എന്നും പറഞ്ഞ് ഏറ്റവും അവസാനം പലരും രേഖപ്പെടുത്താറുണ്ട്. ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദി എബോവ് മെൻഷൻഡ് പർട്ടിക്കുലേഴ്സ് ആർ ട്രൂ ടു ദി ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് ബിലീഫ് എന്ന് എഴുതാറുണ്ട്. അത് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ എഴുതിയാലും തെറ്റൊന്നുമില്ല. ഇനി റെസ്യൂമെയൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം നിങ്ങളുടെ പേരും ആ പേരിന് മുകളിൽ സിഗ്നേച്ചർ ഇടാനും മറക്കരുത്. അതുപോലെ തന്നെ പ്ലേസും ഡേറ്റും ഇടാനും മറക്കരുത്. അപ്പം സാധാരണ ചോദിക്കാറുണ്ട്, സാർ ഈ സോഫ്റ്റ് കോപ്പിയൊക്കെ അയക്കുമ്പോൾ എങ്ങനെയാണ് റെസ്യൂമെയിൽ സിഗ്നേച്ചർ ഇടുന്നത്? നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സിഗ്നേച്ചറുടെ ഒരു സ്കാൻഡ് കോപ്പി അവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം വേണം അത് അയക്കാനായിട്ട്. അപ്പോൾ ഒരു ഹാർഡ് കോപ്പിയിൽ കഴിയുന്നതെന്നുള്ളതല്ല, പ്രിൻ്റ് എടുത്ത് നന്നായി ടൈപ്പ് ചെയ്ത് ഫോണ്ട് അലൈൻ ചെയ്ത് പ്രിൻ്റ് എടുത്ത് മാത്രമേ സബ്മിറ്റ് ചെയ്യാവൂ. അതിൽ പേന ഉപയോഗിക്കേണ്ടത് സിഗ്നേച്ചർ ഇടാൻ മാത്രമായിരിക്കണം. അത് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. കൈകൊണ്ട് ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയ റെസ്യൂമെ, ഷാബി ആയിട്ടുള്ള റെസ്യൂമെകളൊന്നും കൺസിഡർ ചെയ്യുക തന്നെ ഇല്ല. ഞാൻ തുടക്കത്തിലൊരു കാര്യം പറഞ്ഞു, ATS എന്നുള്ളത്. അതായത് ഇപ്പോൾ പല കമ്പനികളും ഈ റെസ്യൂമെ സ്ക്രീൻ ചെയ്യുന്നത് മാനുവലായിട്ട് പോലുമല്ല, അത് ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ഉപയോഗിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന റെസ്യൂമുകൾ സ്ക്രീൻ ചെയ്തിട്ട് അതിലേറ്റവും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന റെസ്യൂമുകൾ മാത്രമേ അടുത്ത ഇൻ്റർവ്യൂ പോലുള്ള തലങ്ങളിലേക്ക് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ റെസ്യൂമെ ഉണ്ടാക്കുമ്പോൾ ATSുമായിട്ട് മാച്ച് ചെയ്യുന്ന കീവേഡ്സ് ഉപയോഗിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ATSന് വേണ്ടിയുള്ള റെസ്യൂമെ സിമ്പിളായിരിക്കണം. അതിൽ കൂടുതലും നമ്മൾ PDF ഒക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആ സിസ്റ്റം ഓപ്പൺ ചെയ്യാൻ തന്നെ പറ്റിയെന്ന് വരില്ല, നിങ്ങളുടെ റെസ്യൂമെ റിജക്റ്റഡ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കീവേഡ്സ് ഉപയോഗിച്ച് സിമ്പിളായിട്ട് മേ ബി 1 പേജിലോ 2 പേജിലുള്ള ഡോക്യുമെൻ്റ് ആയിരിക്കും പലപ്പോഴും ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റമൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മുടെ റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഈ കീവേഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മളൊരു നേഴ്സാണെന്ന് വിചാരിക്കുക. നമ്മളൊരു നേഴ്സിൻ്റെ റെസ്യൂമെ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ചില കീവേഡ്സ് ഉൾപ്പെടുത്തണം. ഉദാഹരണത്തിന് ഹോസ്പിറ്റൽ എന്നുള്ളൊരു വാക്ക് ഒരു കീവേഡാണ്, സർവീസ് എന്ന് പറയുന്നൊരു കീവേഡാണ്, മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ, മെഡിക്കൽ പ്രൊസീജിയേഴ്സ്, പേഷ്യൻ്റ് കെയർ, കൗൺസിലിംഗ്, കൊളാബറേഷൻ, കമ്മ്യൂണിക്കേഷൻ, രജിസ്ട്രേഷൻ നമ്പർ, സർട്ടിഫിക്കേഷൻ. ഇതൊക്കെ നമുക്ക് ഈ ഒരു നഴ്സിംഗ് ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ റെസ്യൂമെ ഉണ്ടാക്കുമ്പോൾ അവിടെ നമുക്ക് ഈ സിസ്റ്റം ആയിക്കോട്ടെ, ഓപ്പറേഷൻസ് ആയിക്കോട്ടെ, പേഷ്യൻ്റ് കെയർ ആയിക്കോട്ടെ, അതുപോലെ സോഫ്റ്റ് സ്കിൽസ് ആയിട്ടുള്ള ചില കാര്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ അതിനകത്ത് കീവേഡ്സ് ആയിട്ട് ഉൾപ്പെടുത്തണം. ഇപ്പോൾ ഒരു IT എക്സിക്യൂട്ടീവ് ആണെങ്കിൽ അതിനകത്ത് ഈ പ്രോജക്റ്റുകൾ, ഇംപ്ലിമെൻറ്റേഷൻ, സപ്പോർട്ട്, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, പ്രോഗ്രാമിംഗ്, ഓൺ സൈറ്റ്, ഓഫ് ഷോർ, ടേൺ അറൗണ്ട് ടൈം, ഇങ്ങനെയുള്ള ചില വാക്കുകളും കീവേഡ്സായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾ ഏത് ജോലിക്കാണോ അപേക്ഷിക്കുന്നത് ആ ജോബ് പോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വേർഡ്സ് നിങ്ങളുടെ റെസ്യൂമെയിൽ ഉപയോഗിക്കണം. അത് ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റത്തിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റെലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സും നമ്മുടെ റെസ്യൂമെയിൽ ഉപയോഗിക്കണം. അതുകൊണ്ട് ഒരു റെസ്യൂമെ തയ്യാറാക്കി വെച്ചിട്ട് 10-20 സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓരോ സ്ഥലത്തും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും ആ പർട്ടിക്കുലർ ജോബ് വേക്കൻസിക്ക് അനുസരിച്ചിട്ടുള്ള ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് വേണം നമ്മൾ റെസ്യൂമെ അയക്കേണ്ടത്. അപ്പോൾ ബയോഡേറ്റയും പ്രൊഫൈലും CV-യും ഒന്നുമല്ല, റെസ്യൂമെ എന്നുള്ള വാക്ക് തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. പഠിത്തത്തോടൊപ്പം പഠിത്തം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിലും ഒരു പക്ഷേ ഒരു ക്വാർട്ടറിൽ ഒരു തവണയെങ്കിലും നമ്മുടെ റെസ്യൂമെ മോഡിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഒന്നുകൂടെ പറയാം, റെസ്യൂമെ ഈസ് ആക്ച്വലി ദ മോസ്റ്റ് വാല്യുബിൾ പീസ് ഓഫ് പേപ്പർ ഇൻ യുവർ കരിയർ. അതുകൊണ്ട് ഒരു നല്ല റെസ്യൂമെ ഉണ്ടാക്കാനായിട്ട് സമയം ചെലവഴിക്കുക തന്നെ വേണം.